ഇതെങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. വേണ്ട വേണ്ട. അയ്യോ, നല്ല ദോശ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആർക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഒരു മിനിറ്റ്, ഇതായിരുന്നു ചാക്കോച്ചനല്ലേ അത്? സത്യം പറ, നിങ്ങൾ രണ്ടും കൂടെ എവിടെയാ പോകുന്നത്? സത്യം പറഞ്ഞേക്കാം, ഞങ്ങളൊരു കല്യാണത്തിന് പോവാ. അയ്യേ, കല്യാണത്തിന് ഈ വേഷത്തിലാ പോകുന്നത്? നാലാള് കൂടുന്നിടത്ത് ഞാൻ ജുബയുമുണ്ട്. പെണ്ണും കെട്ടി തന്തയാവാറായി, ഇനി ആര് കാണാനാ മോളെ? പ്രകാശ്, മറ്റുള്ളവരുടെ കല്യാണത്തിന് നിങ്ങൾക്ക് എന്താ അത്ര തിരക്ക്? മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് എനിക്ക് എവിടെ എത്തണം. പ്രകാശ് നിക്ക്, ഒരു കാര്യം പറയട്ടെ. നീ എന്തിനാ എന്റെ പുറകെ കിടന്നിട്ട് ഓടുന്നത്? നിന്നോട് ഡോക്ടർ റെസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടല്ലേ വീട്ടു ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് ജോലിക്ക് ആളെ നിർത്തിയിരിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? അതല്ല മോളെ, നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലോ. നീ പോയി റെസ്റ്റ് എടുക്ക. ശരീരം ഇണങ്ങുന്ന പണിയൊന്നും ചെയ്തൂടാ. വിട്ടോ. ഈ നേരം വരെ എവിടെയായിരുന്നു നീ? ചാക്കോച്ചന്റെ ഡ്രസ് അല്ലേ അവിടെ? ആദ്യം ആ ഭസ്മം തുടങ്ങും. എന്റെ ഷർട്ട് അവിടെ. ഷർട്ട് ഒന്ന് നേരെ നോക്കി ഓടിക്കോ. പെട്ടെന്ന് വിട്. പെട്ടെന്ന് വിട്ട് വല്ലവരും നെഞ്ചത്ത് വണ്ടി കയറിയ ഞാൻ ജയിലിൽ പോണ്ടേ? മുഹൂർത്തം തെറ്റും. നിങ്ങളൊന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കും. പെട്ടെന്നാവട്ടെ. വേണമെങ്കിൽ ഡ്രസ് മാറരുത്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഓരോന്ന് വരുത്തി വയ്ക്കുകയും ചെയ്യും, ബാക്കിയുള്ളവരൊന്ന് ചാവുകയും വേണം. നിങ്ങൾ പാചകം പെട്ടെന്ന് പെട്ടെന്ന് വേഗം വിടലില്ല കൊച്ച. കാത്തിരുന്ന് മടുത്ത് അവിടെ പോയി കാണും. ഒന്ന് വേറെ ഇറങ്ങണം മാപ്പിളെ. മാലയുടെ മാല. അയ്യോ, മാല എന്റെ കയ്യിലുണ്ട്. താലിയുടെ താലി ഞാൻ തിന്നു. നീ ബട്ടൺ നിന്നിട്ട് ഒന്ന് വേഗം നടക്കണോ? എനിക്ക് ഇങ്ങനെ നടക്കാനേ പറ്റൂ. നീ പോയി കെട്ട്. ചൂടാവാതെ എപ്പോഴും ഇങ്ങനെ നടക്ക്. മൂർത്തി. അപ്പൊ നിനക്ക് മൂത്ത് ഒഴിച്ചിട്ട് വരായിരുന്നില്ലേ? അതല്ല മൂർത്തി. മൂർത്തിയാ? ഹലോ പ്രകാശ്, എങ്ങോട്ട്? അമ്പലത്തിലേക്കാ? അല്ല, മാർക്കറ്റിലേക്ക്. ഇത്തിരി മീൻ മേടിക്കാൻ. നീ വരുന്ന? അല്ല, കയ്യില് മാലയൊക്കെ ആയിട്ട്. ഒരാള് ചത്തു, അടിയന്തരാണ് അയാളുടെ. എന്തോരം കാര്യങ്ങൾ അന്വേഷിക്കണം. എനിക്ക് ഈ ആൾക്കാരെ. മൂർത്തി, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അപ്പൊ ആരും ഇല്ലാത്തവരായതുകൊണ്ട് ഞങ്ങളാണ് നടത്തി കൊടുക്കുന്നത്. അത് പറഞ്ഞാ പോരാ, ഞാൻ വരില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ. കാണുന്ന ആൾക്കാരുടെ കല്യാണം നടത്തി നിങ്ങളുടെ പണി. വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ പാർട്ടി ഉണ്ട്. അവിടെ ഒന്ന് വയറ് നിറച്ചിട്ട് ഞാൻ അടിക്കാം. മോളെ അച്ഛൻ ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുത്തേ. ഒന്ന് വേഗം പാടോ. താൻ എങ്ങോട്ടേക്കാ? ഇതിന്റെ ഉള്ളിലേക്ക്. ഇത് അമ്പലം, ക്രിസ്ത്യാനിൽ കയറാൻ പാടില്ല. കേറി എന്താ ഉണ്ടാവുക? കേറി ഹിന്ദുക്കൾ തന്നെ തല്ലിക്കൊല്ലും. താലിയുടെ താലി എന്റെ ഇല്ലേ? ഞാൻ നേരത്തെ അവിടെ തന്നില്ലേ? എന്റെ ഇല്ല. എന്റെ ഇല്ല, ഞാൻ അങ്ങോട്ട് തന്നു. അതല്ലേ താലി. താലിയുടെ നിൽക്ക്. ഒന്ന് മാറിയാ കൊച്ചാ. എന്തൊരു സന്തോഷത്തോടു കൂടിയാ ആ ബോധമില്ലാത്ത പോണേ.
ഇതെങ്ങനെ അവൻ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യും? ഇതൊരു അടിപൊളി നടക്കും, ഉറപ്പാ. ഏയ് ഏയ് Prakash, Prakash, please help me. Come here, Prakash. Please help me, Prakash. എന്ത് പറ്റിയാ Help കൊച്ചാ? me. വാ. ഇതെന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പറ്റിയത് എനിക്കല്ല, നിനക്കാ. നീയല്ലേ പറ്റിച്ചത്? ചക്കോച്ചാ, എന്തിന്റെ പുറപ്പാടത്? നീ ചളവാക്കരുത്. സോറി സിസ്റ്റർ, ഞാൻ സിസ്റ്ററിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നതാ. വെള്ളം വെള്ളം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിൽ ഭാരം ഇറക്കാൻ വേണ്ടി വന്നതാ. ചാക്കോച്ചൻ എന്ത് പറ്റി? പ്രകാശേ, സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാരം ഇറക്കുന്നതാണോ നല്ലത്? എന്ത് പറ്റി? ചാക്കോച്ചൻ വെള്ളം അടിച്ച പിന്നെ എങ്ങനെയാ? സുമിത്ര പൊക്കോ. കൃഷ്ണ. കൃഷ്ണയോ? കൃഷ്ണകുമാർ, ഹൗസ് ഓണർ കൃഷ്ണകുമാർ. ഇവർ തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടത്? ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു. ഇത് അതല്ല, ഇത് ഇന്നലത്തെ കൃഷ്ണ. ഓ, കൃഷ്ണചന്ദ്രൻ, ദൂരദർശനിലെ കൃഷ്ണചന്ദ്രൻ. അവനെന്ത് പറ്റി? അയാള് പെട്ടെന്ന് ചത്തുപോയിടാ. ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ. നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണ. ഒരാൾക്ക് രണ്ട് ഭാര്യമാരോ? ദൈവം പൊറുക്ക പോകളെ. ഞാൻ പോവാം, ഞാൻ പോവാം, ഞാൻ പോവാൻ തന്നെ വന്നത്. ഞാൻ ഈ ലോകത്ത് പോവാനാണ് വന്നത്. സിസ്റ്റർ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലായി. സിസ്റ്ററിന് കേൾക്കണോ? ഇന്നലെ കാലത്ത് 8 മണിക്ക് അമ്പലത്തിൽ വെച്ച് കൃഷ്ണയും വിവാഹിതരായി. എനിക്ക് സമാധാനായി. ഞാൻ പോവാണ്. നീ വരുന്നുണ്ടോ എന്റെ കൂടെ? വരുന്നുണ്ടോ? മോനെ കാര്യം തല്ലി ഓടിക്കും.
സിസ്റ്ററേ, അങ്ങനെ വിവാഹം കഴിയൂ. ഇനി ഞാൻ പോവാം. ഞാൻ വരൂട്ടെ 2 അടിച്ചിട്ട്. എന്താ പ്രകാശ് സംഭവിച്ചത്? ഇന്നലെ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് തോന്നി. ആഴ്ചകളും മാസങ്ങളും ജോലി ചെയ്ത് മടങ്ങിയെത്തുന്ന ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല. ഇന്നലെ ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി. ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത്. പാവം മദ്യത്തിന് അടിമയാവാതിരുന്നാ മതിയായിരുന്നു. കഷ്ടമുണ്ടല്ലേ? വാ. വരൂ. സുമിത്ര ഇപ്പോ എറണാകുളത്തല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, അവൾ ആഴ്ചയോറും പോയി വരിക. ഈ സമയത്ത് യാത്ര കഴിയുന്നത് ഒഴിവാക്കണം. അയ്യോ, അപ്പൊ ജോലി? യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞ ചെയ്യണ്ട. ലീവ് എഴുതി കൊടുത്തേക്ക്. ലീവ് എഴുതി കൊടുക്ക്. ഒരു കാര്യം ചെയ്യാം, ഡെലിവറി SM ഹോസ്പിറ്റലാക്കാം. അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്. എന്നാ അങ്ങനെ ചെയ്യാം. ഇറങ്ങട്ടെ ഡോക്ടർ. ലീവ് എടുക്കാന്ന് പറഞ്ഞാ എത്ര ദിവസത്തേക്കാ ലീവ് എടുക്കുക? എന്നോടൊന്നും പറയണ്ട. നിന്റെ അച്ഛന്റെ ഓർഡർ അല്ലേ? അത് കേട്ടപ്പോ എന്റെ ഉള്ളിൽ എടുത്തി വീണത്. അതെന്താ? അല്ല, നിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന കാര്യം പറയായിരുന്നു. ഈശ്വര, ഏത് കുരിശാണാവോ? ഹലോ. ഭവാനെ. ആ ഉണ്ട്, കൊടുക്കാം. ആരാ? ചാക്കോച്ചനാ. ഹലോ. കൃഷ്ണ ഒരു 4-5 പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു. നിന്നോടൊന്ന് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എന്താ വരുന്നു? യെസ്, മിസ്സസ് കൃഷ്ണ പ്രകാശ്. എന്തിനാ സാർ വിളിച്ചത്? ഏയ്, ഇവിടെ ഒരു ഗർഭിണി ഒറ്റയ്ക്കിരിക്കുകയാണെന്നുള്ള വല്ല വിചാരമുണ്ടോ ശ്രീമാൻ ഭർത്താവിന്? നിന്റെ കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും ഓർത്തിട്ട് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല കുട്ടി. അതെന്താ പല കാര്യങ്ങൾ? ഓഫീസ് കാര്യങ്ങള്, നാട്ടുകാര്യങ്ങള്, പിന്നെ വീട്ടുകാര്യം. വേണ്ട, എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ഇപ്പോ ഞാൻ കൂടുതൽ സെൽഫിഷ് ആയിരിക്കുക. പ്രകാശിന്റെ മുഴുവൻ സമയവും എനിക്ക് വേണം. എന്റെ കൃഷ്ണയല്ലാതെ വേറെന്താ എന്റെ മനസ്സിലുള്ളത്? ഹലോ. ആ ഉണ്ട്, കൊടുക്കാം. ആരാ? ചാക്കോ. ഹലോ. എടാ, സുമിത്ര വിളിച്ചിരുന്നു. നിന്നോടൊന്നും അങ്ങനെ കെട്ടിയെടുക്കാൻ പറഞ്ഞു. താൻ അവിടെ പോയില്ലേ? എവിടോ? ആ, ഇവിടെ ഉണ്ട്, കൊടുക്കാം. ആരാ? സുമിത്ര. ഹലോ. हाँ तो लीजिए, आपकी बात समझ में आ गई है और आपकी फरमाइश पर पेश किया जा रहा है वो गाना जिसके लिए ये बता देना मैं जरूरी समझता हूं कि इस गाने पर पंडित आदित्य वर्मा को बेस्ट हिंदुस्तानी क्लासिकल सिंगर का नेशनल अवार्ड मिल चुका है। ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആരോ വരുന്നുണ്ട്. ഇവിടെ ആര് വരാനാ? നമസ്കാരം സാർ. നമസ്കാരം.
ഇരി. എവിടുന്നാണ്? ഞാൻ സിറ്റിന്ന് വരിക. എന്നെ കാണാൻ തന്നെ വന്നതാണോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ സാർ ഇവിടെ താമസിക്കുന്നു. സാറിന്റെ പാട്ടുകൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോ നേരിട്ട് കാണുമെന്ന് തോന്നി. ഓ സോറി 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 റിയലി സോറി. ഞാൻ വെച്ചോ. അപ്പോ നേരിട്ട് കാണണം തോന്നി. ആ, റിയലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് സർ. സാറിനെ പോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇത്ര നല്ല കാറ്റ് എവിടെ നിന്ന് വരുന്നത്? കടത്തിയതല്ലേ? ഓ കറക്റ്റ് എക്സാക്ട്ലി. അപ്പോ മകളാണല്ലേ? അതെ. ഐ എം പ്രകാശ്. ഞാൻ കൃഷ്ണ. കൃഷ്ണ, ഇറ്റ്സ് എ സ്ട്രേഞ്ച് നെയിം. എന്ത് ചെയ്യുന്നു? അച്ഛനെ പോലെ തന്നെ മ്യൂസിക്? ഞാനൊരു ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറല്ല. ഞാൻ മാറ്റിലേക്ക് വരാം. ഞാനിവിടെ ടി വി സെന്ററിൽ വർക്ക് ചെയ്യാ. സാറിനെ കാണാൻ വന്നത് ശരിക്കും ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയാ. എന്താ അത്? ദൂരദർശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്കുക. എന്നെയാണ് അതിന്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. സാറിന്റെ അനുവാദം കിട്ടിയ? ക്ഷമിക്കണം, എനിക്ക് താല്പര്യമില്ല. സാർ ആദ്യം ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച്. നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ എന്റെ അഭിപ്രായം മാറാൻ മാത്രമുള്ള ബന്ധവും അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഉവ്വ. ഇല്ല ഇല്ല. എന്നാലും സാർ ഒന്നുകൂടി ആലോചിച്ച ഞാൻ ഇനി ഒരിക്കൽ വരാം. ഇക്കാര്യത്തിന് വേണ്ടി ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. അച്ഛാ, വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല വേറെ. ആ, ഓ ചായ. അങ്ങേര് സാധ്യമില്ലെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് എന്ത് ചെയ്യാനൊക്കും? എനിക്ക് ഇയാളുടെ കാല് പിടിക്കാനൊന്നും. അല്ല, അയാൾ എന്ത് പാട്ടുകാരാണെന്ന് പറയുന്നത്? എന്തോ മാങ്ങാത്തിൽ ഹിന്ദുസ്ഥാനി പാടിയിട്ടുണ്ട്. അങ്ങേരെ ആളൊരു മുരടനാ. ഉടനായി ഞങ്ങൾ എന്ത് വേണം? പോയി ചാവണോ? ശരി, നിർത്തിയാണ് വർത്താനം ചൊറിഞ്ഞു. മിസ്റ്റർ മൂർത്തി, ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് ഒരു തരത്തിൽ എടുക്കില്ലെന്ന് വെച്ചാ. ഇതൊന്നും ആ പെരട്ട് തള്ള ഡയറക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ കുറെ ലിഫ്റ്റിക്കിട്ടുണ്ട് പോരും. ഓരോ വൃത്തിയേട്ടവന്മാര് പാട്ട് പാടും, അതല്ലെങ്കിൽ നാസരം വായിക്കും, അതിന്റെ പിന്നാലെ ദൂരദർശനും പോവാ. നമുക്ക് ഈ പണി പറ്റില്ല. ഞാൻ പോവട്ട. ഹലോ പ്രകാശ്. ഞാൻ കൃഷ്ണയാണ്, ആദിത്യവർമ്മയുടെ. ആ മനസ്സിലായി. എന്താ കാര്യം? വരാമെന്നോ? എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ഞാൻ എന്താ വരുന്നു. ആരാ? ആ ഹിന്ദുസ്ഥാനിയുടെ മോളാ. ആണോ? എന്നാ നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് നാലും നല്ല വർത്താനാണ് പറയാ. അപ്പോഴേ തന്തി മോളും പഠിക്കുള്ളൂ. പറയല്ലേ? പിന്നെ ഞാനില്ലട നിന്റെ കൂടെ. വൈകുന്നേരം ഞാൻ വന്നോട്ടെ, നമുക്ക് ജിഗിൻ ചക 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 ചക. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഇറ്റ്സ് ഓക്കെ. എന്താ കാര്യം? അച്ഛനെ കുറിച്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ. അതെ, ഈ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമൊന്നുമല്ല. ഓഫീസിൽ നിന്ന് കിട്ടുന്ന പല അസൈൻമെന്റ് കൂട്ടത്തിൽ ഒന്നും മാത്രം, അത്രേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല കലാകാരന്മാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. അയ്യോ മിസ്റ്റർ പ്രകാശ്, എന്റെ കർണാടക അച്ഛൻ. സംഗീതത്തിൽ അതിപ്രഗത്ഭരായ ത്യാഗരാജ ഭാഗവതർ, ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് സുബ്ബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ, സുബിൻ മേത്ത, വയലാർ, കണ്ണദാസ്, കുന്നക്കുടി വൈദ്യനാഥൻ, വയലിൻ എന്തിന് കഴിഞ്ഞ ആഴ്ച യേശുവാസിനെ വെച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തുള്ളൂ. പക്ഷെ അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. തന്റെ അച്ഛനോട് കാണിച്ചതേ വെറും ചീപ്പ് ജാടയാ. കഴിഞ്ഞോ? പ്രകാശിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കാണണമെന്ന് പറയുമായിരുന്നില്ല. എനിക്ക് പ്രകാശിനെ അറിയാം. ഐ മീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഏറ്റവും അവസാനത്തെ ആ ചിൽഡ്രൻസ് പ്രോഗ്രാം വരെ. അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്റെ അഭിനന്ദനങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിനു മുൻപ് അച്ഛനെ കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ ഐഡിയ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ആ വലിയ ജാടയൊന്നും കാണിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് നിമിഷം റെഡിയാ. ഞാൻ വാക്ക് തരുന്നു. അപ്പോ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം. കേട്ടെ? അല്ല, എവിടെ താമസിക്കുന്നു പറഞ്ഞ? ഹോസ്റ്റൽ? എനിക്ക് മെഡിക്കൽ കോളേജിനടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോ ഇനി എങ്ങനെ പോവും? നല്ല ചോദ്യം. കാറുള്ള ആൾക്ക് ഒരു ലിഫ്റ്റ് തന്നൂടെ? വാ വാ.